ജസ്വരൻ സർ, നമസ്കാരം. നമസ്കാരം. ഡൽഹിയിലെ ചരിത്രപരമായ ബി.ജെ.പിയുടെ വിജയം പലരുടെയും മനസ്സിൽ വല്ലാത്ത ഭീതിയാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിലെ പല പ്രധാന പാർട്ടികൾക്കും. ഇപ്പം ബംഗാളിൽ നിന്ന് മമതാ ബാനർജി തന്നെ ചോദിക്കുന്നത്, ഈ ഇന്ത്യ സഖ്യത്തിനെ കൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി ഇനി നിലനിൽക്കേണ്ടതിന്റെ ആവശ്യം എന്നൊക്കെയാണ് മമത ചോദിക്കുന്നത്. വരുന്ന പശ്ചിമ ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് താൻ മത്സരിക്കുമെന്നും ആരുടെയും സഹായം വേണ്ട എന്നും മമത പറയുകയാണ്. യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയല്ലേ ഈ ഇന്ത്യ സഖ്യം നേരിടുന്നത്? ഇത് പിരിച്ചുവിടാനുള്ള സമയമായില്ലേ? ഇന്ത്യ സഖ്യം ഓൾറെഡി പിരിഞ്ഞു കഴിഞ്ഞു എന്നാണ് മമതയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകും. ഇതിന്റെ അടിസ്ഥാനപരമായ കാരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മമതാ ബാനർജി അടക്കമുള്ള ഘടകകക്ഷി നേതാക്കൾക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. നമ്മളുടെ വീട്ടില് 100 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മാതാപിതാക്കൾ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെന്നിരിക്കട്ടെ. അവർക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, 100,000 പ്രശ്നങ്ങൾ, എണ്ണയും കുഴമ്പും ഒക്കെ ആയിട്ട് കട്ടിലിൽ ഇരുന്നും കിടന്നും ഒക്കെ ജീവിതം കഴിക്കുന്ന കാലം. എങ്കിലും ചില കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ ഇവരെ കുളിപ്പിച്ച് അണിയിച്ചൊരുക്കി വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വീൽ ചെയർ കയറ്റി കാറും ഒക്കെ ആയിട്ട് കല്യാണത്തിന്റെ ഹാളിൽ കൊണ്ടുപോയി ഇരുത്തും. അവർക്ക് എഴുന്നേറ്റ് നിന്ന് വധൂവരന്മാരെ അനുഗ്രഹിക്കാനുള്ള ശാരീരിക ശേഷി ഇല്ലാത്തത് കൊണ്ട് വധൂവരന്മാര് വിവാഹമൊക്കെ കഴിഞ്ഞ് ഇവരുടെ അടുത്തു വന്ന് കാലിൽ തൊട്ട് വന്ദിക്കും. അപ്പോൾ ഇവര് വിറയ്ക്കുന്ന കൈകളോടെ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കും. ഈ കാഴ്ച നമ്മൾ കാണാറുണ്ട് നാട്ടിൻപുറങ്ങളിൽ, നഗരത്തിൽ എല്ലാം. ഇന്ന് അതുപോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു കാലത്ത് ഓരോ സംസ്ഥാനത്തെയും ഘടകകക്ഷികളെ പരിപോഷിപ്പിക്കാനും അവർക്കൊക്കെ MLA-മാരെയും മന്ത്രിമാരെയും കേന്ദ്രത്തിൽ ഓരോ MP-മാരെയും ഒക്കെ സമ്മാനിക്കാനും കെൽപ്പുള്ള ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പക്ഷെ ഇന്ന് കോൺഗ്രസിന് വയസ്സായി, മക്കളൊക്കെ കാര്യം നടത്താറായി. അപ്പോ കട്ടിലിൽ ഇരുന്നും കിടന്നും കാലം കഴിക്കുന്ന ഈ പടുവൃദ്ധനായ കോൺഗ്രസിന് ഇപ്പോഴും ഒരു മോഹം, ഞങ്ങൾക്ക് നയിക്കണം എന്ന്. അത് നടപ്പില്ല എന്നാണ് കോൺഗ്രസിന്റെ മുഖത്ത് നോക്കി മമതാ ബാനർജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം കാലം കഴിഞ്ഞു, എഴുന്നേറ്റ് നിൽക്കാൻ ശേഷിയില്ല, എല്ലാ കാര്യങ്ങളും കിടപ്പിലാണ്, മലമൂത്ര വിസർജനം പോലും കിടപ്പിലാണ്. കട്ടിലിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന വൃദ്ധരെ പോലെ ആയിക്കഴിഞ്ഞ കോൺഗ്രസിനെ കുളിപ്പിച്ച് ഒരുക്കി അണിയിച്ച് വീൽ ചെയറിൽ കൊണ്ടു നടക്കുന്ന ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങി കട്ടിലേക്ക് കിടന്നാ മതി, മരണം ഇങ്ങ് അടുത്തെത്തിയല്ലോ എന്നാണ് മമതാ ബാനർജി ചോദിച്ചതിന്റെ മലയാള പരിഭാഷ. അപ്പോ മരണം അടുത്തെത്തിയ ആ വൃദ്ധനോട് ഇത്രയൊക്കെ ദയ മാത്രമേ ഘടകകക്ഷികളിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നാണ് മമതയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. സാർ, ഇത് മാത്രമല്ല സാർ, ഇപ്പൊ ഈ ബംഗാളുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമായിട്ട് രൂപപ്പെട്ടിരിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ബംഗാള് പിടിക്കുക എന്നൊരു വലിയൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പം ബി.ജെ.പിയുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത്. കാരണം അടിവേരായിട്ട് RSS ഉണ്ട്. RSSന്റെ കൃത്യമായ ഒരു പ്രവർത്തനത്തിലൂടെ പല മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ എന്ന് പറയുന്ന വലിയൊരു ആത്മവിശ്വാസമാണ് ഡൽഹിയിലെ വിജയം യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് സമ്മാനിച്ചത്. അപ്പോ സാധ്യമല്ലാത്ത പല കാര്യങ്ങളും സാധ്യമാക്കുന്ന ഒരു ചരിത്രമാണ് യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് ഉള്ളത്. അപ്പൊ ഈ ബംഗാളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്രമാത്രം സാധ്യതയുണ്ട്? ഒരു ഭരണവിരുദ്ധ തരംഗമൊക്കെ ബി.ജെ.പിക്ക് ഉപയോഗപ്രദമാക്കാൻ വേണ്ടി സാധിക്കുമോ? ഡൽഹിയിലെ കഥ പശ്ചിമ ബംഗാളിലും ആവർത്തിക്കും, അതില് ഒരു സംശയവും വേണ്ട. കാരണം പശ്ചിമ ബംഗാളിൽ ഇപ്പോൾ തന്നെ 77 അസംബ്ലി സീറ്റുകൾ ബി.ജെ.പിക്ക് ഉണ്ട്. അവിടെ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ഇല്ല. അപ്പോൾ നേർക്ക് നേർ നിൽക്കുകയാണ് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ബി.ജെ.പിയും. തൃണമൂൽ കോൺഗ്രസിന്റെ പിൻബലം എന്ന് പറയുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങളും അതേപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയ അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരുമാണ്. അവർക്കൊക്കെ വോട്ടർ ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും കൊടുത്ത് വോട്ട് ബാങ്ക് ആക്കി മാറ്റി അവരെ സംരക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് മമതാ ബാനർജിക്കുള്ളത്. പക്ഷെ ഇത് ബംഗാളിൽ വ്യാപകമായ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിന് 2 കാരണങ്ങളാവുന്നത്. ഒന്ന്, ബംഗാളിന്റെ തൊഴിൽ മാളി മേഖലയിൽ തൊഴിലുകൾ എല്ലാം ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശി മുസ്ലിങ്ങളും കൈയടക്കിക്കൊണ്ടിരിക്കുന്നു. 2, അവരുടെ ഇടയിൽ അക്രമ സംഭവങ്ങൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. സമാധാന ജീവിതം നശിച്ചിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ പരിമിതമായ വിഭവങ്ങൾ അവർക്ക് കൂടി പങ്കുവെച്ചു കൊടുക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക്
സംസ്ഥാനം എത്തിയിരിക്കുന്നു. നമുക്കറിയാം, ബംഗാളിലുള്ള ജനങ്ങൾ കേരളത്തിൽ വന്ന് പണിയെടുത്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തം സംസ്ഥാനം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കേണ്ട ഗതികേട് വരുമ്പോഴും റോഹിംഗ്യൻ മുസ്ലിങ്ങളും ബംഗ്ലാദേശി മുസ്ലിങ്ങളും വെസ്റ്റ് ബംഗാൾ കീഴടക്കുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ്. ഇത് കേവലം ഒരു താൽക്കാലിക പ്രതിഭാസമല്ല. അവർക്ക് വോട്ടർ ഐഡന്റിറ്റി കൊടുത്ത്, റേഷൻ കാർഡ് കൊടുത്ത്, അവരവിടെ സ്ഥിരതാമസമായി വീട് കൊടുത്ത്, വിദ്യാഭ്യാസം കൊടുത്ത്, എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊഴുപ്പിക്കുമ്പോൾ ഇതിൽ പൊറുതിമുട്ടിയ ബംഗാൾ ജനത മമതാ ബാനർജിക്കെതിരെ തിരിയാനാണ് സാധ്യത. അവിടെയാണ് ബി ജെ പിയുടെ സാധ്യത. അപ്പോൾ ബി ജെ പി ഇതിനെതിരെ കൃത്യമായി നിലപാടെടുക്കുന്ന പാർട്ടി ആയതുകൊണ്ട് ജനങ്ങൾ ബി ജെ പിയോടൊപ്പം നിൽക്കും. അപ്പോൾ മമതയുടെ വാട്ടർലൂ ആയിരിക്കും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്. എന്താണോ കേജ്രിവാളിന് ഡൽഹിയിൽ സംഭവിച്ചത് അത് തന്നെയായിരിക്കും മമതാ ബാനർജിക്ക് പശ്ചിമ ബംഗാളിലും നേരിടേണ്ടി വരുന്ന അവസ്ഥ. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള ഒരു ജനകീയ പിന്തുണ മമതയ്ക്ക് ഉള്ളത് ശരിക്കും ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ടോ? നമുക്കറിയാം, ഈ ആർജികർ പോലുള്ള വിഷയങ്ങളും അതുപോലെ തന്നെ സന്ദേശ് കാലിയൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു മമതയ്ക്കെതിരെയുള്ള ഒരു വലിയൊരു തരംഗം സൃഷ്ടിക്കാനുള്ള രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇതിനപ്പുറം സാറ് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവിടെ മമതാ ഭരണകൂടത്തിന്റെ ഒരു പ്രധാന പ്രശ്നങ്ങൾ. മമതാ ഭരണകൂടം എന്ന് പറയുന്നത് CPM ഭരണകൂടത്തിന്റെ അതേ ജീനുകളുള്ള, അതേ പ്രവർത്തകരുള്ള ഒരു സംവിധാനമാണ്. അതായത് CPM അപ്പാടെ തൃണമൂൽ കോൺഗ്രസിലേക്കാണ് വന്നത്. കുറച്ച് ഭാഗം മാത്രമാണ് BJP-യിലേക്ക് പോയത്. അപ്പോൾ ആ CPM-ലെ മുഴുവൻ അക്രമകാരികളും കൊള്ളക്കാരും കള്ളക്കടത്തുകാരും ഗുണ്ടാകളും അധോലോക നായകന്മാരും എല്ലാം ഇന്ന് തൃണമൂലിലാണുള്ളത്. അപ്പോൾ ഒരു ഗുണ്ട രാജാണ് അവിടെ സംഭവിക്കുന്നത്. എന്നാൽ ഇത് കുറച്ചു കഴിയുമ്പോൾ ഭരണകൂടത്തിന് തലവേദനയായി മാറും. ഞങ്ങൾക്ക് ഭരണകൂടത്തിന്റെ തണലിൽ എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും സൗകര്യവും ഉണ്ട് എന്ന തോന്നൽ വന്നു കഴിഞ്ഞാൽ ഈ അക്രമികൾ പശ്ചിമ ബംഗാളിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഇന്നിപ്പോൾ സാമൂഹിക രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. താമസ സ്ഥലം, കുടിവെള്ളം, വിദ്യാഭ്യാസം, തൊഴിൽ, ഇതെല്ലാം ഇവർക്ക് സ്വന്തമായി കഴിയുകയും ഭരണകൂടം അവർക്ക് വേണ്ട ഒത്താശ കൊടുക്കുകയും ചെയ്യുമ്പോൾ പ്രാദേശിക ജനങ്ങൾ അവിടെ അന്യവൽക്കരിക്കപ്പെടുകയും അതിൽ നിന്നുണ്ടാകുന്ന അരക്ഷിത ബോധത്തിൽ നിന്നുള്ള പ്രതികരണം രാഷ്ട്രീയ പ്രതികരണമായി മാറുകയും ചെയ്യും. ഡൽഹിയിൽ സംഭവിച്ചത് അത് തന്നെയാണ്. അപ്പോൾ മനോഹരമായിരുന്ന ഡൽഹിയെ കേജ്രിവാളിന്റെ ഭരണം എങ്ങനെയാണോ അങ്ങേയറ്റം ഒരു ചവറ്റുകൊട്ടയാക്കി മാറ്റിയത്, ജനജീവിതം ദുസ്സഹമാക്കിയത്, അതേ കാര്യം തന്നെയാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ തന്നെ ഈ പറയുന്ന ബംഗാൾ ഗവൺമെന്റിനെതിരെ, പശ്ചിമ ബംഗാൾ ഗവൺമെന്റിനെതിരെ, മമതാ ബാനർജിക്കെതിരെ ഉള്ള ഒരു മനോഭാവത്തിലേക്ക് എത്തി. എന്നാൽ BJP അല്ലാതെ മറ്റൊരു ആൾട്ടർനേറ്റീവ് അവിടെ ഇല്ല. കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് പോലും ഇല്ല, അസ്തമിച്ചു പോയിരിക്കുന്നു. മറ്റ് ചെറിയ ഘടക കക്ഷികളൊക്കെ CPM-നോടൊപ്പം തന്നെ മരിച്ചു മണ്ണടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി ഒരേ ഒരു പ്രതീക്ഷ, അത് BJP-യാണ്. അപ്പോൾ BJP ആണെങ്കിൽ അനുദിനം ശക്തിപ്പെട്ടുകൊണ്ടുവരിക്കും. അതുകൊണ്ട് എന്തൊക്കെ രാഷ്ട്രീയ ജിമ്മിക്കുകൾ കാണിച്ചാലും, ഏതൊക്കെ രീതിയിലുള്ള സർക്കസുകൾക്ക് ഒരുങ്ങിയാലും, കോൺഗ്രസും പ്രാദേശിക കക്ഷികളും അപ്രത്യക്ഷമായ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയും ഇല്ലാതായ പശ്ചിമ ബംഗാളിൽ നേർക്ക് നേരുള്ള ഏറ്റുമുട്ടലിൽ അനുദിനം കരുത്താർജിച്ചു വരുന്ന പാർട്ടി BJP-യാണ്. അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസുമാണ്. അതുകൊണ്ട് തന്നെ BJP-യുടെ കാലഘട്ടം അടുത്തിരിക്കുന്നു. BJP-യാണ് മമതയ്ക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളത് ജനങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇതാണ് അവിടെ കാണുന്ന കാഴ്ച. തീർച്ചയായിട്ടും. എന്തായാലും ഇന്ത്യ സഖ്യം ആടി ഉലയുകയാണ്. അതിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ രൂപപ്പെടുകയാണ്. അപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നത് കോൺഗ്രസിന്റെയാണ്. കോൺഗ്രസ് എന്തിനാണ് ഇനി ഈ രാജ്യത്തിൽ ആവശ്യമെന്നാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ചോദിക്കുന്നത്. 0 സീറ്റ് നൽകിക്കൊണ്ട് ജനങ്ങൾ ഡൽഹിയിൽ നിന്ന് ചോദിക്കുന്നതും അത് തന്നെയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അതിൽ കൃത്യമായിട്ടുള്ള ഒരു നേതാക്കളില്ല. പ്രത്യേകിച്ചും രാഹുലിനെ പോലുള്ള ഒരാൾക്കൊന്നും ഒരിക്കലും കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിയെ മുമ്പോട്ട് നയിക്കാൻ പറ്റില്ല. ഒരു ജനവിരുദ്ധ അല്ലെങ്കിൽ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള നിലപാടോടുകൂടി കോൺഗ്രസ് തുടർന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കും എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. ഇപ്പോൾ ഗൗതം പറഞ്ഞത് വലിയ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അതായത് രാഹുൽ കോൺഗ്രസിനെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചു, രക്ഷിച്ചില്ല.
അപ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടി തുറുപ്പ് ചീട്ട് ഇത്തവണ ഡൽഹിയിൽ ഇറക്കി പ്രിയങ്ക. രാഹുൽ ഇല്ലെങ്കിൽ പ്രിയങ്ക അതിനേക്കാൾ കരുത്തുറ്റ നേതാവാണ്. ഇന്ദിരാഗാന്ധിയുടെ അതേ മൂക്കും മുടിയും മുഖവും എല്ലാം ഉള്ള ആളാണ്. അതുകൊണ്ട് BJP ഞെട്ടി വിറയ്ക്കും. ഇതൊക്കെയായിരുന്നു പ്രചരണം. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞ് പ്രിയങ്കയോടുള്ള ചോദ്യം, ഡൽഹി റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു, എന്താണ് പ്രതികരണം എന്നായിരുന്നു പത്രക്കാരുടെ ചോദ്യം. പ്രിയങ്ക പറഞ്ഞ മറുപടി നമ്മളെ മനസ്സിലാക്കി. അതായത് അതുകൊണ്ട് എനിക്ക് അതേക്കുറിച്ചൊന്നും പറയാനില്ല. ഒരു പാർട്ടിയുടെ ദേശീയ നേതാവ് അല്ലെങ്കിൽ ആകെയുള്ള പ്രതീക്ഷ അത്രയും ഉയരങ്ങളിൽ നിന്നുകൊണ്ട് പറഞ്ഞ മറുപടി, റിസൾട്ട് ഡൽഹി റിസൾട്ട് എന്താണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. എത്രമാത്രം ബാലിശവും നിരുത്തരവാദപരവുമായ ഒരു പ്രതികരണമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭയിലെ MP ആണെന്ന് ഓർക്കണം. പാർട്ടിയുടെ പരമോന്നത ക്യാമ്പയിനർ ആണ് എന്ന് ഓർക്കണം. പ്രതീക്ഷയുടെ ഏക മുഖമാണ് എന്ന് ഓർക്കണം. അവര് പോലും ഈ രീതിയിലാണ് പ്രതികരിക്കുന്നതെങ്കിൽ കോൺഗ്രസിന് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ BJPയെ തോൽപ്പിക്കുക എന്നൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് പലരും ഇന്ത്യ സഖ്യത്തെ നോക്കിക്കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ സഖ്യം തന്നെ പരാജയത്തിന്റെ പടുകുഴിയിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യം തന്നെ നിതീഷ് കുമാർ കൊഴിഞ്ഞു പോകുന്നു, പിന്നാലെ പല ആളുകളും പിരിമുറുക്കം സൃഷ്ടിക്കുന്നു. ഇപ്പം മമത, ആപ്പ് എല്ലാവരുമായിട്ട് അടിപിടിയാണ് ഇന്ത്യ സഖ്യം. ഉടനെ തന്നെ അത് പിരിച്ചുവിടണമെന്നാണ് രാജ്യത്തെ ജനങ്ങൾ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു പാർട്ടി കൊണ്ട് തന്നെ യാതൊരു ആവശ്യമില്ല ആ സഖ്യം കൊണ്ട് എന്ന് കൃത്യമായിട്ട് ഇത്തരം പല സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ്. ആകെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിലവിൽ ശക്തമായി നിലനിൽക്കുന്നത് BJP മാത്രമാണ് എന്ന് ഡൽഹിയിലെ വിജയം നമുക്ക് വീണ്ടും വിളിച്ചോതുകയാണ് സാർ. അപ്പൊ എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.